ഹായ് ഫ്രണ്ട്സ്, ഫിസിക്സിൻ്റെ ബേസിക് ക്ലാസ്സുകളാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ പെൻ ടാബ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സെറ്റപ്പിൽ ക്ലാസ് എടുത്താൽ മതിയോ എന്ന് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് പേരും ഇങ്ങനെ ഡിജിറ്റൽ ഡ്രോയിങ് ആണ് പ്രിഫർ ചെയ്തത്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയും. ഇത് ഫിസിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഭാഗമാണ്. കാരണം നമ്മുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശാസ്ത്രം ഇങ്ങനെ വളർന്നു വന്നത് എന്ന ഘട്ടത്തിനിടയിൽ നമ്മൾ ഭാഷ ഉപയോഗിച്ചതിന് ശേഷമാണ് യൂണിറ്റുകളും മെഷർമെൻറ്റുകളും ഒക്കെ തന്നെ ശാസ്ത്രീയമായ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ അത് ശാസ്ത്രീയമല്ല. ഉദാഹരണത്തിന് പൈസയുടെ അളവായാലും വെള്ളത്തിൻ്റെ അളവായാലും പദാർത്ഥങ്ങൾ വസ്തുക്കൾ വാങ്ങുന്നതിൻ്റെ അളവായാലും ഒക്കെ തന്നെ നമ്മളത് ഒരു ഭാഗമായി കഴിഞ്ഞു. നമ്പരും അതിനോട് ചേർന്ന യൂണിറ്റും ഒരു ഭാഗമായി കഴിഞ്ഞു. എന്താണ് ഈ മെഷർമെൻ്റ് എന്ന് പറയുന്നത്? യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഷർമെൻറ്റിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതാണ്. മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ അളവ്, മലയാളത്തിൽ അളവെന്ന് പറയും. നമ്മളൊരു കടയിൽ പോയതിന് ശേഷം നമ്മൾ കുറച്ച് അരി വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു 2 കിലോ അരി വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. കാരണം നമ്മൾ ഒരേ ഭാഷയാണ് സംസാരിക്കുന്നത്, ഒരേ രീതിയിലാണ് നമ്മൾ ആശയങ്ങൾ കൈമാറുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കടക്കാരനോട് പറഞ്ഞാൽ മാത്രമേ കടക്കാരന് തരാൻ പറ്റൂ. അപ്പോൾ അവിടെ ഈ ശാസ്ത്രം കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് മനസ്സിലാകുന്ന കാര്യം, എത്ര മെഷർമെൻറ്റ്, എത്ര അളവ് അരി വേണം, അത് ഏത് യൂണിറ്റാണ് വേണ്ടത് എന്ന 2 പ്രോബ്ലം ഉണ്ട്. ഉദാഹരണത്തിന് 1, 2, 3, 4 എന്ന് പറയുന്ന എണ്ണൽ സമ്പ്രദായം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ അളവ് പറയുന്നത്. അളവെന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് പറയുന്നത്, അളവ് അഥവാ മെഷർമെൻറ്റ് പറയുന്നത്. വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു വിട്ടത് 2 കിലോ അരി വാങ്ങിക്കാനാണ്. അപ്പോൾ മെഷർമെൻറ്റ് 2 ആണ്. അപ്പോൾ 2 അരി വേണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാര്യം 2 അരി എന്ന് പറഞ്ഞാൽ 2 അരി മണികളെടുത്ത് തരാനല്ലേ വെക്കൂ. അങ്ങനെയല്ല. 2 കിലോ എന്ന് പറയണം. പകരം 2 ഗ്രാം എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ 2 ലിറ്റർ അരി എന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ 2 സെക്കൻഡ് അരി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അരിയെ സംബന്ധിക്കുന്ന നമ്മുടെ ആവശ്യം, നമ്മുടെ വീട്ടിലെ അണ്ടർസ്റ്റാൻഡിങ്ങും കടക്കാരൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും ഒത്തുപോകണം. നമ്മുടെ ഭാഷ അതിനുവേണ്ടി ഉപയോഗിക്കാൻ കഴിയണം. അപ്പോൾ യൂണിറ്റ് മെഷർമെൻറ്റ് അവിടെയാണ് കടന്നു വരുന്നത്. ഈ 2 കിലോ അരി എന്ന് പറയുന്നതിൽ തന്നെ യൂണിറ്റും ഉണ്ട്, 2 എന്ന് പറയുന്ന മെഷർമെൻറ്റും ഉണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ സിമ്പിളാണ്. പക്ഷേ ഒരു എക്സാമിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതി പിടിപ്പിക്കുക എന്നുള്ള വലിയ പ്രശ്നമാണ്. ഞാനും ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഇത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. കാര്യം യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഡെഫിനിഷൻ, യൂണിറ്റിൻ്റെ ഡെഫിനിഷനും മെഷർമെൻറ്റിൻ്റെ ഡെഫിനേഷൻ മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇത് സിമ്പിളായിട്ട് തോന്നാമെങ്കിലും ബേസിക്കാണ്. ഓക്കെ. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ വളരെ വലിയ രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദ പ്രോസസ് ഓഫ് മെഷർമെൻറ്റ് ഈസ് ബേസിക്കലി എ കമ്പാരിസൺ പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നുണ്ട്. എന്നാലും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പഠിക്കുന്നവരാണ്, ചിലപ്പോൾ +1-നൊക്കെ ഇത് നല്ല ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ നോട്ടായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇത് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നോക്കി പഠിച്ചു വയ്ക്കാം. എന്തായാലും ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഇംഗ്ലീഷും മലയാളവും ഒക്കെ നമ്മുടെ ലാംഗ്വേജുകളാണ്. അത് ഏത് രീതിയിൽ പഠിച്ചാലും ഉപയോഗമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നതാണ് നല്ലത്. കാര്യം നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോഴും സർഫ് ചെയ്യുമ്പോഴും ഒക്കെ തന്നെ നമ്മുടെ സ്പീക്കിംഗ് ലാംഗ്വേജ് മലയാളമാണെങ്കിലും നമ്മൾ എഡ്യൂക്കേഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്ന യൂണിവേഴ്സലി ഇംഗ്ലീഷിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ലാംഗ്വേജിന് വാല്യൂ ഇല്ലെന്നല്ല. പക്ഷേ എഡ്യൂക്കേഷൻ ഫീൽഡ് എന്ന് പറയുന്ന സത്യത്തിൽ നമ്മൾ വെബ്സൈറ്റ് എടുത്താലും യൂട്യൂബ് വീഡിയോസ് എടുത്താലും ഒക്കെ തന്നെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പഠിച്ചാലേ നമുക്ക് ടെക്സ്റ്റുകളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കൺവേ ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ പറയുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്ന നമ്പർ ദാറ്റ് ഒബ്റ്റൈൻഡ് നോണസ്, അത് ഒരു മാഗ്നിറ്റ്യൂഡാണ്. അരി എന്ന് പറയുന്നത് 1 കിലോ. അപ്പം കിലോ എന്ന് പറയുന്നതിൻ്റെ എന്ന യൂണിറ്റിന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന 1 കിലോ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൽ എടുത്തതിന് ശേഷം 1 കിലോയുടെ 2 കവർ എടുത്താൽ 2 കിലോ അരിയായില്ലേ? അപ്പം മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബേസിക് യൂണിറ്റ്, ഒരു യൂണിറ്റിനെ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എത്ര എണ്ണം. 1 കിലോയുടെ 2 കവർ ഉണ്ടെങ്കിൽ 2 കിലോ, 1 കിലോയുടെ 3 കവർ ഉണ്ടെങ്കിൽ 3 കിലോ, ആ രീതിയിൽ പറയാം. അപ്പോൾ മെഷറിങ് വരികയാണ്. ബേസിക്സിൽ നിന്നുകൊണ്ട് ഒരു മെഷറിങ് നമുക്ക് അവിടെ വരികയാണ്. അരിയുടെ കാര്യം പറയുമ്പോൾ വെള്ളത്തിൻ്റെ കാര്യമാകുമ്പോൾ അത് കിലോയിലല്ല, വെള്ളത്തിൻ്റെ കാര്യമാകുമ്പോൾ ലിറ്ററാണ്. 2 ലിറ്റർ വെള്ളം, 3 ലിറ്റർ വെള്ളം. അപ്പോൾ 1 ലിറ്റർ എന്ന് പറയുന്ന യൂണിറ്റിനെ ബേസിക് ആക്കി എടുത്തുകൊണ്ട് അതിൻ്റെ എത്ര പാക്കറ്റുകളാണ്. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ മെഷർമെൻറ്റുകളെ കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. അതിൻ്റെ ഇംഗ്ലീഷിൽ ഞാൻ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് എന്താണ് യൂണിറ്റ് എന്ന് നോക്കാം. യൂണിറ്റ് എന്നതിനെക്കുറിച്ചൊരു അബ്സ്ട്രാക്റ്റ് ഐഡിയ നമുക്കുണ്ട്. ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വേർഡാണ് പ്രധാനമായിട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. അതിന് സ്റ്റാൻഡേർഡൈസ് ചെയ്ത വാല്യൂസൊക്കെ ഉണ്ട്, സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട്. നോക്കിക്കോളൂ. ദ യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ആൻ ആർബിട്രറി ചൂസൺ സ്റ്റാൻഡേർഡ് വിച്ച് ഈസ് വൈഡ്ലി അക്സെപ്റ്റഡ് ബൈ ദ സൊസൈറ്റി. അതായത് മനുഷ്യർക്കിടയിലാണ് നമ്മൾ വസ്തുക്കൾ വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത്. നമ്മൾ പശുവിനോടോ കാക്കയോടോ പൂച്ചയോടോ പട്ടിയോടോ ഒന്നും നമ്മൾ കണക്ക് പറയാറില്ല. കണക്ക് പറയുന്ന മനുഷ്യർ തമ്മിലാണ്. ഈ മനുഷ്യർ തമ്മിൽ പറയുന്ന കണക്ക് അവർ ലാംഗ്വേജ് വഴിയാണ് പറയുന്നത്. അപ്പോൾ ആ ലാംഗ്വേജ് വെൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റുകൾ ഉപയോഗിക്കണം. നമ്മൾ ഇവിടെ നിന്ന് പാകിസ്ഥാനിൽ പോയാലും ചൈനയിൽ പോയാലും അമേരിക്കയിൽ പോയാലും റഷ്യയിൽ പോയാലും നമുക്കൊരു സാധനം വേണമെന്ന് പറയുമ്പോൾ നമുക്കതിനൊരു അളവ് പറയണം. വെള്ളം വേണമെങ്കിൽ 1 ലിറ്റർ, 1 ലിറ്റർ വാട്ടർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റണം. അത് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിരിക്കണം. നോക്കൂ, കേരളത്തിലെ ലിറ്റർ എന്നും തമിഴ്നാട്ടിൽ വെള്ളത്തിന് നമ്മൾ പറയുന്നത് ഗാലണിലാണ് കണക്കാക്കുന്നതെന്ന് വിചാരിക്കുക.
നമുക്ക് ഗാലൺ എന്താണെന്ന് അറിയില്ല, തമിഴന്മാർക്ക് ലിറ്റർ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വരും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി കറക്റ്റ് പറയാൻ പറ്റാതെ വരും. സ്റ്റാൻഡേർഡ്, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ പറയാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്, ഇപ്പോൾ അരി എന്ന് പറയുമ്പോൾ 2 അരി എന്ന് പറയത്തില്ല, അത് 2 കിലോ അരി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ മെഷർമെൻറ്റിന്, ആ ക്വാണ്ടിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ്. അത് ലോകത്തുള്ള ആളുകൾ സൊസൈറ്റി വൈഡായിട്ട് അംഗീകരിച്ചതും ആയിരിക്കണം. അതേപോലെ തന്നെ ആ ക്വാണ്ടിറ്റീസ് ഒരേപോലെ ആയിരിക്കണം മെഷർ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്ന 1 മീറ്ററും ലണ്ടനിൽ പറയുന്ന 1 മീറ്ററും സെപ്പറേറ്റ് ആണെങ്കിൽ നമ്മളിവിടെ നിന്ന് 1 മീറ്റർ നീളമുള്ള ഒരു വസ്തു ലണ്ടനിൽ കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ മെഷീനുകൾ അല്ലെങ്കിൽ അവിടുത്തെ സ്കെയിൽ ഉപയോഗിച്ച് അളക്കുമ്പോൾ അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവരുടെ 1 മീറ്റർ നമ്മുടെ 1 മീറ്റർ ഡിഫറൻ്റ് ആവാൻ പാടില്ല. അപ്പോൾ അതിൽ ഒരു സിമിലാരിറ്റി, അതിൻ്റെ നേച്ചറിൽ സിമിലാരിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 1 സെക്കൻഡ് സമയം, 1 മീറ്റർ ലെങ്ത്, അതുപോലെ തന്നെ 1 ലിറ്റർ വെള്ളം തുടങ്ങിയ അളവുകളൊക്കെ തന്നെ, ക്വാണ്ടിറ്റികളൊക്കെ തന്നെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു വരാം, അവസാനം നമ്മൾ പറയുന്നുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെല്ലാവരും ഈ മെഷർമെൻറ്റ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 ലിറ്റർ പാത്രം ഉപയോഗിച്ചുകൊണ്ട് 1 ലിറ്റർ പെട്രോൾ അളക്കുകയാണ്. ആ 1 ലിറ്റർ പെട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു യൂണിറ്റ് അളക്കാൻ സഹായിക്കുന്ന പാത്രത്തിൻ്റെ ബേസിൽ നമ്മൾ വിശ്വസിക്കുന്നതാണ് അത് 1 ലിറ്ററാണ്. ഈ ലോകത്തുള്ള ഏകദേശം എല്ലാവരും ഞാൻ എടുക്കുന്ന അളവ് 1 ലിറ്റർ ആണെന്ന് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസമാണ്. അതെങ്ങനെയാണ് 1 ലിറ്റർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്? അത് മാനുഫാക്ചർ ചെയ്ത കമ്പനിക്കാർ എന്തിൻ്റെയെങ്കിലും ബേസിൽ അവരുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഇത്ര അളവ് വസ്തുവാണ് 1 ലിറ്റർ, അല്ലെങ്കിൽ ഇത്ര അളവ് പാത്രമാണ് 1 ലിറ്റർ എന്ന് വരുന്ന രീതിയിൽ അത് വിശ്വസിച്ചതിന് ശേഷം അത് മാസീവായിട്ട് ഉണ്ടാക്കി വിൽക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത് ആ രാജ്യത്തെ അളവുകളും തൂക്കങ്ങളും നിയന്ത്രിക്കുന്ന വകുപ്പായിരിക്കും. അവർ കൊടുക്കുന്ന നിർദ്ദേശപ്രകാരമായിരിക്കും ഒരു ഫാക്ടറിയിൽ വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്നത്. അതിൽ 1 ലിറ്റർ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ആ രാജ്യം ഇത് നടപ്പിലാക്കുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു ബേസിക് കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ലോകത്തുള്ള എല്ലാ സൊസൈറ്റികളെയും ഏകീകരിച്ചുകൊണ്ടാണ് 1 കിലോഗ്രാം ആയാലും 1 ലിറ്റർ ആയാലും 1 മീറ്റർ ആയാലും 1 സെക്കൻഡ് ആയാലും ഒക്കെ തന്നെ, ഇപ്പോൾ ക്ലോക്ക് ഉണ്ടാക്കുന്ന സമയത്ത് 1 സെക്കൻഡ് എന്ന് പറയുന്ന സ്പാൻ എത്രയാണെന്നൊക്കെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്ന അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? അളവ് സമ്പ്രദായം എന്ന് പറയുന്നത്, ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് അളവെന്ന് പറയാം. അളവ് സമ്പ്രദായം എന്ന് പറയുന്നത് മറ്റ് നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് എടുക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള അളവ് സംവിധാനങ്ങൾ നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ചില കാര്യങ്ങൾ എടുക്കാൻ വേറെ ആരുടെയും സഹായം വേണ്ട. ഈ വേറെ ആരുടെയും സഹായം വേണ്ട എന്ന് പറയുന്നതിന് ഉദാഹരണം ആദ്യം പറയാം. ഒരു ബൈക്ക് വളരെ വേഗത്തിൽ ഓടുകയാണ്. അപ്പോൾ നമ്മളതിന് സ്പീഡ് കൂടുതലാണെന്ന് പറയും. അപ്പോൾ ആ സ്പീഡ് കണക്കാക്കുന്നത് 1 സെക്കൻഡിൽ അല്ലെങ്കിൽ 1 മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിച്ചു അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ അവിടെ ഡിപ്പെൻഡൻസ് വരികയാണ്, ടൈമും ലെങ്തും അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. അതേസമയം നമ്മൾ 1 സെക്കൻഡ് 2 സെക്കൻഡ് അല്ലെങ്കിൽ 1 മണിക്കൂർ സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്യൂർലി സമയത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ്. അവിടെ വേറെ ആരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സമയം എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റിയാണ്. ഇനി എനിക്ക് നല്ല ഭാരമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിനെയും ബേസ് ചെയ്തല്ല ഭാരം പറയുന്നത്. മാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, അടിസ്ഥാനപരമായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. സ്കെയിലിലെ മീറ്റർ എന്ന് പറയുന്നതും ഒരു ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അത്തരത്തിൽ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ക്വാണ്ടിറ്റികളെ പറയാൻ കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അതിനൊക്കെ തന്നെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള യൂണിറ്റുകളും കാണും. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഉപയോഗിക്കുന്ന യൂണിറ്റിനെയാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. യൂണിറ്റുകൾ പലത് വരാമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ കിലോഗ്രാം വരാം, ഗ്രാം വരാം, അതേപോലെ ഭാരവുമായി ബന്ധപ്പെട്ട് പലതും വരാം, പൗണ്ട് വരാം. ഇനി ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നുണ്ടാകുന്നതാണ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മാസ്, ഡിസ്റ്റൻസ്, ടൈം എന്ന് പറയുമ്പോൾ ഇവർ മൂന്നും കൂടാതെ പലരും ഉണ്ട്. അവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ വെലോസിറ്റി, ആക്സിലറേഷൻ, അതേപോലെ തന്നെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി, അതേപോലെ ഫോഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് നിലനിൽപ്പില്ലാത്തതാണ്. നമ്മുടെ ഈ ഫണ്ടമെൻ്റലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞവയെ അടിസ്ഥാനമാക്കി നിലനിൽക്കുന്നവയാണ്. ഇനിയുള്ളത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ്. അതായത് ഞാൻ പറഞ്ഞു പല ലോകരാജ്യങ്ങളിലും അല്ലെങ്കിൽ പല സംസ്കാരങ്ങളിലും പല പ്രദേശത്തും അവരുടേതായിട്ടുള്ള അളവ് തൂക്ക സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് തന്നെ നമ്മൾ പലപ്പോഴും നാഴിക, വിനാഴിക എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ സമയത്തിൻ്റെതായ നമ്മുടെ അളവുകളാണ്. അതേപോലെ ഫൂട്ട്, പൗണ്ട് തുടങ്ങിയവയൊക്കെ തന്നെ വിദേശത്ത് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ എർഗ് പോലെയുള്ളത് എനർജിക്ക് വേണ്ടി, ഊർജ്ജത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് പല രാജ്യങ്ങളും പല രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. ആ സിസ്റ്റത്തെയാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അത് CGS ഉണ്ട്. CGS എന്ന് പറയുമ്പോൾ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. ഞാൻ പറഞ്ഞു നീളവും
മാസും സമയവുമാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഫണ്ടമെൻ്റൽ യൂണിറ്റ്. അപ്പോൾ CGS ഉപയോഗിക്കുന്ന രാജ്യങ്ങളുണ്ട്. FPS ഫൂട്ട് പൗണ്ട് സെക്കൻഡ്, ഫൂട്ട് എന്ന് പറയുന്ന നീളം, പൗണ്ട് എന്ന് പറയുന്ന വെയിറ്റ് അല്ലെങ്കിൽ മാസ്, സെക്കൻഡ് എന്ന് പറയുന്ന സമയം ഉപയോഗിക്കുന്നവയുണ്ട്. ഇവിടെ നമ്മൾ ഫണ്ടമെൻ്റലി മാസും വെയിറ്റും ഒക്കെ തന്നെ ഒരേ കൺസെപ്റ്റിലാണ് പറയുന്നതെങ്കിൽ രണ്ട് ഡിഫറൻ്റ് ആണ് കേട്ടോ, അതെപ്പോഴും മനസ്സിൽ വേണം. അതുപോലെ തന്നെ MKS സിസ്റ്റം ഉണ്ട്, മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. അപ്പോൾ കിലോഗ്രാം എന്ന് പറയുന്ന ഭാരമാണ്, പക്ഷേ മീറ്റർ എന്ന് പറയുന്നത് ലെങ്തിന് ഉപയോഗിക്കുന്നു, സെക്കൻഡ് എന്ന് പറയുന്നത് ടൈമിന് ഉപയോഗിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പല രാജ്യത്ത് യാത്ര ചെയ്യുന്നവരാണ്, ചിലപ്പോൾ പല രാജ്യങ്ങളുമായിട്ട് കച്ചവടം ചെയ്യുന്നവർ കാണും. അപ്പോൾ ഓരോ രാജ്യത്തും ഓരോ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കച്ചവടത്തിനും അതുപോലെ തന്നെ മറ്റ് അളവ് തൂക്ക സമ്പ്രദായങ്ങൾക്കും അല്ലെങ്കിൽ മെഷർമെൻറ്റിന് യൂണിറ്റിനും ഒക്കെ തന്നെ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങളെല്ലാം അംഗീകരിക്കുന്ന SI യൂണിറ്റുകളാണ് പരസ്പരം അവർ ഉപയോഗിക്കുന്നത്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റുകൾ. അവിടെ നമ്മൾ പ്രധാനമായിട്ടും നീളത്തിന് മീറ്ററും ഭാരത്തിന് കിലോഗ്രാമും സമയത്തിന് സെക്കൻഡ് ഉപയോഗിക്കും. ഞാൻ പറഞ്ഞു ഇത് മൂന്ന് മാത്രമല്ല ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതേപോലെ ആംപിയർ, കറണ്ടുമായി ബന്ധപ്പെട്ട വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ആംപിയർ എന്ന് പറയുന്നത് സിസ്റ്റം ഇൻ്റർനാഷണലിലുള്ളതാണ്. ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് കെൽവിൻ നമ്മൾ ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. അതേപോലെ തന്നെ ലൂമിനസ് ഇൻറ്റൻസിറ്റി, അതായത് പ്രകാശത്തിൻ്റെ വെളിച്ചത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാൻഡേല എന്ന് പറയുന്ന യൂണിറ്റ് ലോകം മുഴുവൻ അംഗീകരിച്ചൊക്കെ ഇരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്, അതേപോലെ തന്നെ ലോകം മൊത്തം അംഗീകരിച്ച വളരെ പ്രധാനപ്പെട്ട സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ, ഫണ്ടമെൻ്റൽ ഫിസിക്കൽ യൂണിറ്റുകൾ എന്ന് പറയുന്നത് ആദ്യത്തെ 3 മാത്രമല്ല, മാസ്, ലെങ്ത്, സെക്കൻഡ് മാത്രമല്ല, അത് 7 ഉണ്ട്. ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ 3 കൂടാതെ ഇലക്ട്രിക് കറണ്ട് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അളവുണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി ഉണ്ട്, പ്രകാശത്തിൻ്റെയൊക്കെ ലൂമിനോസിറ്റിയൊക്കെ പറയുന്നത്. ഈ 7 പേര് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുന്നവയാണ്. നമ്മളിതിൽ ഇലക്ട്രിക് കറണ്ട് എടുത്താൽ അതിന് നമുക്ക് മറ്റ് 2 ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ ഇത് അല്ലെങ്കിൽ ഇൻറ്റു ഇത് എന്ന് പറയേണ്ട കാര്യമില്ല. ടെമ്പറേച്ചറിൻ്റെ കേസിലും അങ്ങനെയാണ്, അതേപോലെ എമൗണ്ട് സബ്സ്റ്റൻസിൻ്റെ കേസിലൊക്കെ അതൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന 7 പേരാണ്. ഈ 7 പേരും അവരുടെ ഡെഫിനിഷനും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് കേട്ടോ. ഇനി പിന്നെ സപ്ലിമെൻ്ററി യൂണിറ്റുകളുണ്ട്. സപ്ലിമെൻ്ററി യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ കൂടാതെ അതിനോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന യൂണിറ്റുകളും നിലവിലുണ്ട്. ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആകുമ്പോൾ അതിന് എക്സിസ്റ്റ് ചെയ്യാൻ വേറെ ആരുടെയും സഹായം വേണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടും ആംഗിൾ അല്ലെങ്കിൽ കോണളവ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റിൻ്റെ അകത്ത് വരാമെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ടതല്ല, പകരം നമ്മൾ സപ്ലിമെൻ്ററി ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മോളിൽ പറഞ്ഞ 7 യൂണിറ്റുകൾ കൂടാഞ്ഞിട്ട് 2 സപ്ലിമെൻ്ററി യൂണിറ്റുകളുണ്ട്. റേഡിയൻ, ആംഗിൾ കണക്കാക്കാൻ. ആംഗിൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് കണക്കാക്കാനായാലും ജ്യോമിതീയ രൂപങ്ങൾ അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഷേപ്പുകൾ വരയ്ക്കാനായാലും ഒക്കെ തന്നെ ആംഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആംഗിൾ അളക്കാൻ ഉപയോഗിക്കുന്ന റേഡിയൻ, അതേപോലെ തന്നെ 3D സോളിഡ് ആംഗിൾ അളക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിറേഡിയൻ തുടങ്ങിയവയുണ്ട്. ഇപ്പോൾ നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത് 2D ആണ്. നമുക്ക് ഒരു പെൻസിൽ എടുത്ത് 2 വര വരച്ചിട്ട് അത് രണ്ടും ഒരു കോർണറിൽ വരികയാണെങ്കിൽ നമുക്കതിന് ആംഗിൾ ഉണ്ടെന്ന് പറയാം. ഇനി നിങ്ങൾ തണ്ണിമത്തലിൽ എന്താണ് വെട്ടുകയാണ്, തണ്ണിമത്തൻ വെട്ടുമ്പോൾ അതൊരു പ്രത്യേക ആംഗിളിലാണ് മുറിക്കുന്നത്. തണ്ണിമത്തൻ 2D അല്ല 3D ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മുറിക്കുന്ന ഷേപ്പുകളിൽ 3 ഡയമെൻഷണൽ ആംഗിളുകൾ വരാം. അതിനെയാണ് നമ്മൾ സ്റ്റിറേഡിയൻ എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് സോളിഡ് ആംഗിളിനെ പറയും. ഞാനത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അല്ലെങ്കിൽ നമ്മൾ കപ്പലിൻ്റെയൊക്കെ പുതിയാൻ ഉപയോഗിക്കുന്ന കോൺ ഷേപ്പിലുള്ള വസ്തു അല്ലെങ്കിൽ കോൺ ഐസ്ക്രീം, അതിൻ്റെയൊക്കെ തന്നെ ഏറ്റവും താഴത്തെ മൂല എന്ന് പറയുന്നതിൽ ഒരു ആംഗിൾ വരുന്നുണ്ട്. അത് 2 ഡയമെൻഷണൽ ആംഗിൾ അല്ല, 3 ഡയമെൻഷണൽ ആംഗിളാണ്. അപ്പോൾ ഈ സാധാരണ ആംഗിളും സോളിഡ് ആംഗിളും വിശദീകരിക്കുന്ന റേഡിയനും സ്റ്റിറേഡിയനും സപ്ലിമെൻ്ററി യൂണിറ്റുകളാണ്. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോമുകൾ ഇവരുടെ കൊടുത്തിട്ടുണ്ട്. റേഡിയൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ ആംഗിൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റാണ് റേഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ 2 ലൈൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ്. സ്റ്റിറേഡിയൻ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് ആലോചിച്ച് നോക്കുക. ഇനി മറ്റ് പല യൂണിറ്റുകളും നിലനിൽക്കുന്നുണ്ട്. ലെങ്തിന് എടുത്തു കഴിഞ്ഞാൽ പല യൂണിറ്റുകളും നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ആസ്ട്രോണമിക്കലി നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലൈറ്റ് ഇയർ ഉപയോഗിക്കുന്നുണ്ട്, പാർസെക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പലപ്പോഴായിട്ട് ആങ്സ്ട്രം, ഫെർമി, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെറിയ അളവിലും ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, അതുപോലെ തന്നെ കോസ്മിക് ലെങ്തുകൾ, പ്രപഞ്ചത്തിലെ പല ലെങ്തുകളും നമ്മൾ പാർസെക് പോലെയുള്ള ലെങ്തുകളൊക്കെ തന്നെ വളരെ വലിയ അളവുകൾക്കും ഉപയോഗിക്കുന്നുണ്ട്. പാരലാക്സ് മെത്തേഡ് എന്താണ് എന്നുള്ളത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യും. കാര്യം ഭൂമിയിൽ നിന്നും സ്റ്റാറുകളിലേക്കുള്ള ഡിസ്റ്റൻസ് അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് പാരലാക്സ് മെത്തേഡിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിജിറ്റൽ ഡ്രോയിങ് ടൈപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. എങ്കിൽ നമ്മൾ ഇതേ രീതിയിൽ കുറച്ചുകൂടി പെന്ന് ഉപയോഗിക്കും. ഞാനിപ്പോൾ വേർഡിൽ ജസ്റ്റ് ഡെഫിനിഷൻസ് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കൃത്യമായിട്ട്
വളരെ രസകരമായ രീതിയിൽ പാരലാക്സ് മെത്തേഡ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ഇടും. വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ